السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. أما بعد. പ്രിയപ്പെട്ടവരെ, ഒരു കാലിക പ്രസക്തമായ ഒരു വിഷയവുമായിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വന്നിരിക്കുന്നത്. മതപഠനം ഫലവത്താകുന്നുണ്ടോ എന്ന്. ഈസ് റിലീജിയസ് എഡ്യൂക്കേഷൻ ബിക്കമിങ് ഫ്രൂട്ട്ലെസ്? മനുഷ്യനെ മനുഷ്യനാക്കാനും അവനിൽ ധാർമ്മിക ബോധവും പരസ്പര സ്നേഹവും വളർത്തിയെടുക്കാനുമാണ് എല്ലാ മതങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ലക്ഷ്യത്തോടെയുള്ള ആദ്യ പടിയാണ് മതപഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളീയ പശ്ചാത്തലത്തിൽ നമ്മളൊന്ന് വീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ, ചെറുപ്രായം മുതലേ അമ്പലക്ഷേത്രങ്ങളിലും പള്ളിക്കൂടങ്ങളിലും മദ്രസകളിലും സൺഡേ സ്കൂളുകളിലും അയച്ച് മതപരമായ അറിവ് പകരുന്നത് നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു പാരമ്പര്യമാണ്. എന്നാൽ ആധുനിക കേരളത്തിൽ മതപഠന കേന്ദ്രങ്ങളുടെ എണ്ണവും അവിടെ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണവും വർദ്ധിക്കുമ്പോൾ തന്നെ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ, അസഹിഷ്ണുത വർദ്ധിച്ചു വരികയാണ്. ഈ വൈരുദ്ധ്യം ഒരു പ്രധാന ചോദ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നുണ്ട്. നമ്മുടെ മതപഠനം ഫലവത്താകുന്നുണ്ടോ ഇല്ലയോ? ഇതൊരു ആത്മീയ പ്രശ്നമല്ല, മറിച്ച് ഇതൊരു സാമൂഹിക പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ മതപഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിന് കൃത്യമായ ലക്ഷ്യവും മാർഗവും ഉണ്ട്. മതപഠനം യഥാർത്ഥത്തിൽ കേവലം ആചാരങ്ങൾ കാണാതെ പഠിക്കലോ ചില ശ്ലോകങ്ങൾ വചനങ്ങൾ മനഃപ്പാഠമാക്കലോ അല്ല. ആത്മീയതയും ധാർമ്മികതയും മനുഷ്യരിൽ കാരുണ്യം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സത്യസന്ധത, മുതിർന്നവരോടുള്ള ബഹുമാനം, ദുർബലരെ സഹായിക്കാനുള്ള മനസ്സ് എന്നിവ വളർത്തുക എന്നതാണ് ഒരു മതബോധത്തിന്റെ അന്തസത്ത. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ഹൈന്ദവ ദർശനവും, അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഉണ്ണുന്നവൻ എന്നിൽ പെട്ടനല്ല എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്ലാമിക അധ്യാപനവും, ശത്രുവിനെ പോലും സ്നേഹിക്കുക എന്ന ക്രൈസ്തവ ഭാവവും പഠിപ്പിക്കുന്നത് ഒരു മാനവികതയാണ്. സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. മതപഠനം എങ്ങനെയാണ് ലക്ഷ്യം കാണാതെ പോകുന്നത് എന്ന് മനസ്സിലാക്കണം. ഒരു കുട്ടി വിദ്യാലയത്തിൽ നിന്ന് മികച്ച രീതിയിൽ ആരോഗ്യം, ശുചിത്വം, എങ്ങനെ ഹൈജീൻ ആകണം എന്നതിനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. പരീക്ഷയിൽ അവൻ എങ്ങനെ കൈകൾ വൃത്തിയായി സൂക്ഷിക്കണം, എപ്പോൾ കഴുകണം എന്ന ചോദ്യത്തിന് 100-ൽ 100 മാർക്കും വാങ്ങി 1ാം സ്ഥാനം എത്തുന്നു എന്ന് കരുതുക. എന്നാൽ ആ കുട്ടി തൻ്റെ റിയൽ ലൈഫിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മുൻപോ പിമ്പോ പുറത്തു പോയി വന്ന ശേഷമോ കൈകൾ കഴുകാറില്ല എന്ന ദുഃഖകരമായ സംഭവം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായി അവൻ നിരന്തരം രോഗബാധിതനാകുന്നു. ഇവിടെ കുറ്റമറ്റ രീതിയിൽ ലഭിച്ച ശുചിത്വ വിദ്യാഭ്യാസം നമുക്ക് ഫലശൂന്യമായി അഥവാ ഫ്രൂട്ട്ലെസ് ആയി മാറുന്നുണ്ട്. കാരണം അത് കേവലം തലച്ചോറിലെ വിവരശേഖരണമാണ്, ഇൻഫർമേഷൻ മാത്രമായിട്ടാണ് ഒതുങ്ങിയിട്ടിരുന്നത്. പ്രയോഗവൽക്കരണത്തിൽ നമ്മുടെ ആക്ഷൻ, നത്തിങ് വിൽ ഹാപ്പൻ അൺടിൽ യുവർ ആക്ഷൻ എന്നാണ് സാധാരണഗതിയിൽ നമുക്ക് പറയാം. ഇതേ അവസ്ഥയാണ് ഇന്നത്തെ മതപഠനത്തിലും സംഭവിക്കുന്നത്. വേദഗ്രന്ഥങ്ങളിലെ വരികൾ പരീക്ഷയ്ക്ക് വേണ്ടി മനഃപ്പാഠമാക്കി റാങ്ക് വാങ്ങിക്കൂട്ടി സ്വന്തം ജീവിതത്തിൽ സ്വാർത്ഥതയോടെയും അസഹിഷ്ണുതയോടും പെരുമാറുമ്പോൾ ആ മതപഠനം നമുക്ക് പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിന്റെ കറണ്ട് സിനാരിയോ എന്താണ് നമ്മൾ വിളിച്ചോതുന്നത്? കേരളീയ സമൂഹം നേരിടുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. മതപഠനത്തിന്റെ പോരായ്മയിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. ലഹരിയുടെ കടന്നുകയറ്റുണ്ട്. കേരളത്തിലെ സ്കൂളുകളിലും ക്യാമ്പസുകളിലും ലഹരി മരുന്നുകളുടെ, നർക്കോട്ടിക്സിന്റെ ഉപയോഗം ഭയപ്പെടുത്തുന്ന രീതിയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ചെറുപ്രായം മുതൽ മതപഠനം നടത്തുന്ന കുട്ടികൾ പോലും ഇതിൽ ഇരകളാകുന്നു എന്നതാണ് നമ്മെ ഏറ്റവും ചിന്തിപ്പിക്കേണ്ട വിഷയം. വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാകാം? കൊലപാതകം, കള്ളുകുടി, പീഡനം, വൃദ്ധരായ മാതാപിതാക്കളെ തെരുവിൽ ഉപേക്ഷിക്കുന്ന സംഭവങ്ങൾ, ഗാർഹിക പീഡനങ്ങൾ, സാമ്പത്തിക തട്ടിപ്പുകൾ എന്നിവ കേരളത്തിൽ ഒരിക്കലും കുറയുന്നില്ല. ആത്മീയത അവകാശപ്പെടുന്ന പലരും കേരളത്തിൽ ക്രൂരതകളിൽ പങ്കാളികളാകുന്നു എന്നതാണ് സങ്കടകരമായ കാര്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. കമ്മ്യൂണിസവും ഇൻടോളറൻസും അഥവാ വർഗീയതയും അസഹിഷ്ണുതയും നിരന്തരം ക്രമാതീതമായി അതിക്രമിച്ചു വരികയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ
നമ്മൾ ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടേക്ക് അവേ ആയിട്ട് കിട്ടുന്നത് കേരളത്തിന്റെ മതപരമായ ചേർതിരിവ് വർദ്ധിച്ചു വരുന്നതായി കാണാൻ പറ്റും. പരസ്പരം തമ്മിൽ തല്ലുകൂടുകയാണ്. യഥാർത്ഥ മതപഠനം മനുഷ്യരെ ഒന്നിപ്പിക്കേണ്ടതിന് പകരം പലപ്പോഴും സ്വന്തം മതം മാത്രം ശരി, മറ്റുള്ളതെല്ലാം തെറ്റ് എന്ന വിദ്വേഷ ചിന്താഗതിയിലേക്ക് ആധുനിക തലമുറയെ നയിക്കുന്നുണ്ടോ എന്ന് സംശയിക്കണേ. നിന്റെ മതം നിനക്ക് ശരി തന്നെയാണ്, പക്ഷെ അത് മറ്റുള്ളവന്റെ മതത്തെ അസഹിഷ്ണുതപ്പെടുത്തിയിട്ടാകരുത് എന്നതാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. പക്ഷെ എന്റേത് മാത്രം ശരി, മറ്റതെല്ലാം തെറ്റ്, ഇനി മറ്റാരും ജീവിക്കരുത് എന്ന കുടിലമായ ചിന്താഗതി ഉണ്ടല്ലോ, അത് ഒരിക്കലും നമുക്ക് വാഴിക്കാൻ കഴിയില്ല. ഇപ്പോൾ സത്യത്തിൽ ഈ ഒരു യാന്ത്രികമായ ഒരു പഠന രീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് സ്കൂൾ പഠനത്തോടൊപ്പം വലിയൊരു മാനസിക സമ്മർദ്ദമായി മതപഠനം പലപ്പോഴും മാറുന്നുണ്ട്. എന്നാൽ സ്കൂൾ മതപഠനത്തെ നശിപ്പിക്കുന്ന രീതിയിൽ സ്കൂൾ പഠനവും മാറുന്നുണ്ട്. രാവിലെ നേരത്തെ എഴുന്നേറ്റ് യാന്ത്രികമായ ക്ലാസ്സുകൾ ഇരിക്കുന്നുണ്ട്. ഈ മദ്രസ വിട്ടതിന് ശേഷം സ്കൂളിൽ പോയിട്ട് ആ ചെയ്തതല്ല പ്രവർത്തനവും നിഷ്ഫലമാക്കുന്നുണ്ട്. ഇവിടെ പരീക്ഷ ജയിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രം ഇരിക്കുകയും പരീക്ഷ ജയിക്കുക, അതിലപ്പുറം വേറെ ഒന്നുമില്ല, അതിനുവേണ്ടി പഠിക്കുക എന്നുള്ളതാകുമ്പോൾ അതിന്റെ ആത്മാവാണ് സത്യത്തിൽ നഷ്ടപ്പെടുന്നത് എന്ന ദുഃഖകരമായ സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന് കൃത്യമായ തെളിവുകളുണ്ട്. മതപഠനം പലപ്പോഴും ബാഹ്യപ്രകടനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു എന്നതിന് ധാരാളം തെളിവുകളുണ്ട്. കോടതി നിരീക്ഷണങ്ങളും സാമൂഹിക പഠനങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പല കുറ്റകൃത്യങ്ങളും പ്രതികളാകുന്ന മികച്ച കുടുംബ പശ്ചാത്തലവും മതപരമായ അറിവുള്ളവരും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ആ കാര്യങ്ങൾ. വിജ്ഞാനം സ്വഭാവ രൂപീകരണത്തിലേക്ക് അഥവാ ക്യാരക്ടർ ഇൻഫർമേഷനിലേക്ക് വഴി മാറില്ല എന്നതിനാണ് ഈ കാര്യങ്ങൾ തെളിവാകുന്നത്. നമ്മുടെ സത്യത്തിൽ നമ്മുടെ ആചാരങ്ങൾ ധാരാളമായിട്ട് ചെയ്യുന്നുണ്ട്, അമലുകൾ ധാരാളമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയിട്ടാണ് ആ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. മൂല്യങ്ങളുടെ ദാരിദ്ര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഉത്സവങ്ങൾ, പെരുന്നാളുകൾ, പള്ളിപ്പെരുന്നാളുകൾ, കോടികൾ ചെലവഴിച്ച് അതിഗംഭീരമായ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ചിലവഴിച്ച് അതിഗംഭീരമായി ആഘോഷിക്കപ്പെടുന്ന ഈ കാര്യങ്ങൾ അതേ അളവിൽ ആത്മീയ ശുദ്ധിയോ പരിസ്ഥിതി ബോധമോ നമുക്ക് ഉണ്ടാകുന്നില്ല, നമ്മുടെ ജനങ്ങൾക്ക് ഉണ്ടാകുന്നില്ല എന്നതാണ് ദുഃഖകരമായ സംഭവം. ആചാരങ്ങൾ ജയിക്കുകയും മൂല്യങ്ങൾ തോൽക്കുകയും ചെയ്യുകയാണ് എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് മതപഠനം ഫലശൂന്യമാകുന്നത്? അതിന്റെ കൃത്യമായ ഒരു കാരണവും വിശദീകരണവും മനസ്സിലാക്കേണ്ടതുണ്ട്. കേവലം വെറും ഒരു അക്ഷര പൂജയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ മതപഠനങ്ങൾ മാറിയിട്ടുണ്ട്. വരികളുടെ അർത്ഥവും ആശയവും മനസ്സിലാക്കാതെ കാണാതെ പഠിക്കുന്ന രീതിയാണ് മെയിൻ കാരണമായിട്ട് ഞാൻ കാണുന്നത്. മറ്റൊരു കാരണം നമ്മുടെ റോൾ മോഡലുകളുടെ അഭാവമാണ്. കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരോ മാതാപിതാക്കളോ ജീവിതത്തിൽ ഈ മൂല്യങ്ങൾ പകർത്തി കാണുന്നില്ല. അവർ പിന്നിലാണ്, വെറും വാക്കുകൊണ്ട് പറയുന്നുണ്ട്. വാണിജ്യവൽക്കരണം, മതസ്ഥാപനങ്ങളും ആത്മീയതയും വലിയ തോതിൽ പണമുണ്ടാക്കാനുള്ള ഒരു സ്രോതസ്സായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട്. മതവിദ്വേഷം വളർത്തൽ, സ്വന്തം മതത്തെ സ്നേഹിക്കുന്നതിനോടൊപ്പം ഇതര മതങ്ങളെ വെറുക്കാൻ പരോക്ഷമായ ആളുകൾ പഠിപ്പിക്കുന്നു. ഇത് തികച്ചും തെറ്റാണ്. ഒരു മനുഷ്യന്റെ മതവിശ്വാസം അളക്കേണ്ടത് അവൻ ഏത് സംഘടനയുടെ ഭാഗമാണ് എന്നതിനേക്കാൾ കൂടുതൽ അവൻ എത്രത്തോളം മൂല്യങ്ങൾ, മതകീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്ന സമയത്ത് വെറും കുറച്ച് ചിന്തകൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യണം. ഇനി ഇതിന് നമ്മൾ പരിഹാരം കാണേണ്ടതുണ്ട്. വെറും പറഞ്ഞു പോയാൽ പോരല്ലോ. സത്യത്തിൽ മതപഠനം അർത്ഥവത്താക്കാൻ കുറച്ച് മാനദണ്ഡങ്ങൾ, മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടത്. ഒന്ന്, നമ്മുടെ പാഠ്യപദ്ധതിയിലാണ്. കരിക്കുലം റീഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. കഥകളിലൂടെയും പ്രയോഗങ്ങളിലൂടെയും ഇംപ്ലിമെന്റേഷനിലൂടെയും ഉദാഹരണങ്ങളിലൂടെയും മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം. പരീക്ഷയ്ക്ക് പകരം കുട്ടിയുടെ സ്വഭാവ ഗുണത്തിന് മാർക്ക് നൽകുന്ന രീതി വരണം. മതസൗഹാർദ്ദം നിർബന്ധമാക്കണം. മറ്റു മതങ്ങളെക്കുറിച്ചും അവയിലെ നല്ല അധ്യാപനങ്ങളെക്കുറിച്ചും അടിസ്ഥാനപരമായ അറിവ് കുട്ടികൾക്ക് നൽകണം. ഇത് പരസ്പര ബഹുമാനം വളർത്തും, സഹിഷ്ണുതയും അന്തരീക്ഷം ഉണ്ടാക്കും. അതുണ്ടെങ്കിലാണ് കുട്ടി പഠിക്കുന്ന കാര്യങ്ങൾ അവന്റെ ജീവിതത്തിലേക്ക് പകർത്താൻ കഴിയുള്ളൂ. അഥവാ അന്തരീക്ഷം വളരെ പ്രധാനമാണ്.
ചുരുക്കത്തിൽ മതപഠനം പൂർണ്ണമായും ഫലവത്താകുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. എങ്കിലും നല്ല രീതിയിൽ തന്നെ എല്ലാ മതകീയാചാര്യന്മാരും പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് അത് വലിയ രീതിയിൽ വ്യതിചലിക്കുന്നുമുണ്ട്. അക്ഷരങ്ങളിൽ നിന്ന് ആത്മാവിലേക്കുള്ള ഒരു മതപഠനമാണ് ഇനി വളർന്നു വരേണ്ടത്. ബുദ്ധിയിൽ അറിവ് നിറക്കുന്നതിനോടൊപ്പം ഹൃദയത്തിൽ ദയവും നന്മയും നിറക്കാൻ മതപഠന കേന്ദ്രങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അത് ഫലവത്താവുകയുള്ളൂ. കേവലം മതമുള്ള മനുഷ്യരെയല്ല, മസ്തിഷ്കത്തിലും മനസ്സിലും ഒരുപോലെ നന്മയുള്ള മനുഷ്യത്വമുള്ള മനുഷ്യരെ സൃഷ്ടിക്കാൻ നമ്മുടെ മതപഠന ശാലകൾക്ക് കഴിയട്ടെ എന്നാണ് ആത്മാർത്ഥമായിട്ട് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ മറ്റൊരു ചിന്തയിൽ മറ്റൊരു അവസരത്തിൽ നമുക്ക് വീണ്ടും ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാം. അതുവരേക്കും സൈനിങ് ഓഫ് അനീഷ് മുഹമ്മദ്.